അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർ ഓരോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ഉള്ളവരാണ് ഇല്ലേ? നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. എനിക്കും ഉയർച്ചയിലെത്തണം, അവനെ പോലെ ഉന്നതിയിലെത്തണം, നല്ല ഒരു വീട് വെക്കണം, കാർ വാങ്ങണം എന്നുള്ളതൊക്കെ ഇല്ലേ? നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് അങ്ങനെയുണ്ട് എന്നും കരുതി നമുക്കും അത് വേണം എന്ന് നമ്മൾ വാശി പിടിക്കാൻ ഒരു കാര്യമില്ല. വാശി പിടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഒരിക്കൽ നമ്മൾക്കും അതെല്ലാം തരും. പക്ഷേ നമ്മൾ അവൻ്റെ കണ്ടിട്ട് മോഹിക്കാൻ പാടില്ല. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അവന് കൊടുത്തതിന് അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ട് നമുക്ക് വരാൻ ഇരിക്കുന്നതിനോട് നമ്മൾ ദുആ ചെയ്യുക. നല്ലത് എൻ്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് നല്ലത് ഹൈറും ബർക്കത്തും തരണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഖുർആനിലെ അത്ഭുതകരമായ ഒരു ആയത്തുണ്ട്. അത്ഭുതകരം എന്ന് പറഞ്ഞാൽ പോലെ അത്രയ്ക്ക് അത്ഭുതമാണ് ഈ ഒരു ഒറ്റ ആയത്ത്. കാരണം നമ്മൾ എന്ത് ചോദിച്ചാലും, ഹൈറായിട്ടുള്ള എന്ത് കാര്യം ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് നൽകുന്നതാണ്. ആരും ഈ ഒരു ആയത്തിനെ വെറുതെ തള്ളിക്കളയാൻ പാടില്ല. ഇതായിരുന്നു, ഇത് ഞാൻ എപ്പോഴും ചെല്ലാറുള്ളതാണ്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കാര്യവും സാധിച്ചു കിട്ടുന്നില്ല എന്ന്. അതിൻ്റെ ഉള്ള കാരണം, നിന്റെ മനസ്സിൽ അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ നീ എന്തൊക്കെയോ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, എന്താണ് ആ തെറ്റുകൾ എന്നൊക്കെയുള്ളത്. ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കിയാൽ മനസ്സിലാകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ മനസ്സിലും അസൂയയോ കുശുമ്പോ, മറ്റുള്ളവനെക്കാട്ടിലും എനിക്ക് വലുതാകണം എന്നുള്ള ഒരു ചിന്തയോ, അല്ലെങ്കിൽ അവനങ്ങനെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാകാം. അതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല നിനക്ക് നീ എന്ത് ചെയ്തിട്ട് ഉയർച്ച തരാത്തത്. ആദ്യം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയെ ഉറച്ചു വിശ്വസിക്കുക. അല്ലാഹുവിനല്ലാതെ എൻ്റെ ദുഃഖവും എൻ്റെ വിഷമങ്ങളും മാറ്റാൻ ആർക്കും കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു തആലയെ മുറുക്കെ പിടിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഈ അത്ഭുതകരമായ ഈ ആയത്ത് കൂടി നോക്കൂ. നിന്റെ ജീവിതത്തിൽ ഉയർച്ചയും വെച്ചടിക്കലും സമാധാനവും എല്ലാം നിനക്ക് അനുഭവപ്പെടും. ഈ ഒരു ആയത്ത് അത്രയ്ക്ക് മഹത്വമേറിയ ഒരു ആയത്താണ്. അതിനൊരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന ആയത്താണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിക്കാൻ പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് ബാങ്ക് കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് കിടന്ന് ഒരു സഹാബി ഉറങ്ങുന്നുണ്ട്. ബാങ്ക് കൊടുത്ത് നമസ്കരിക്കാൻ സമയവുമായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സഹാബിയെ വിളിച്ചുണർത്തിയില്ല. നമസ്കരിക്കാൻ സമയമായി, എണ്ണീക്കൂ എന്നും പറഞ്ഞ് വിളിച്ചുണർത്തിയില്ല. പക്ഷേ അതിനു പകരം അങ്ങ് ദൂരെ അലി റളിയല്ലാഹു അൻഹു നിൽപ്പുണ്ടായിരുന്നു. അലി റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ സഹാബിയെ വിളിക്കാൻ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അതുപോലെ ആ സഹാബിയെ വിളിച്ചുണർത്തി. എന്നിട്ട് എല്ലാവരും നമസ്കാരം കഴിഞ്ഞു. അതിനുശേഷം അലി റളിയല്ലാഹു അൻഹുവിന് ഒരു സംശയം. നബി തങ്ങളുടെ അടുത്ത് കിടന്ന വ്യക്തിയെ എന്താണ് വിളിക്കാഞ്ഞത്? ദൂരെ നിന്ന് എന്നെ വിളിച്ചിട്ടാണല്ലോ ആ സ്വഹാബിയെ വിളിച്ചുണർത്തിയത് എന്ന് ഒരു സംശയം തോന്നി. അത് നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് തന്നെ ചോദിച്ചു. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാനെങ്ങാനും ഇപ്പോൾ ആ സ്വഹാബിയെ വിളിച്ചിരുന്നു എങ്കിൽ ഉറക്കത്തിൽ എന്തെങ്കിലും പറയും, എന്തെങ്കിലും മോശമായ രീതിയിൽ പറയും. അങ്ങനെ പറയുകയാണ് എങ്കിൽ ആ സഹാബിയുടെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, കാരണം തങ്ങളെ ഒന്നും പറഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. പക്ഷേ എന്നെ പറഞ്ഞാൽ അയാളുടെ ഈമാൻ തന്നെ പോകുമെന്നാണ്. കാരണം അത്രയ്ക്ക് മദ്ഹുകളാണ് ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയുന്ന ആയത്താണ് ഇത്. ഈ ആയത്ത് ഓതിയാൽ എന്തായാലും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് ഉത്തരം നൽകാതെ നമ്മളെ കൈവിടുകയില്ല. കാരണം അത്രയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രയോ ഇഷ്ടമാണ് അള്ളാഹുവിനെന്ന് അറിയില്ലേ? കാരണം ഒരുപാടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. എണ്ണിയാൽ തീരാൻ പോകുന്നുമില്ല, പറഞ്ഞാൽ തീരാൻ പോകുന്നുമില്ല. ഈ ആയത്ത് ഏതാണെന്ന് വെച്ചാൽ, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസ് അലൈഹി മാ അനിത്തും ഹരീസും അലൈഹി ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ
അലൈഹി തവക്കൽത്ത് വഹുവ റബ്ബു അർഷിൽ അലീം എന്നാണ് ആ ആയത്ത് വരുന്നത്. അത്രയ്ക്ക് മഹത്വമേറിയ ഒരു ആയത്താണിത്. ഈ ആയത്ത് എന്തിനെല്ലാം ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ എന്തിനും ഉപയോഗിക്കാം. ഹൈറായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും, വിവാഹ ആവശ്യത്തിന്, വീട് ആവശ്യത്തിന്, സ്വാലിഹായ ഒരു മക്കളെ കിട്ടാൻ, അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ കിട്ടാൻ, ജോലി ലഭിക്കാൻ, എന്ത് ആവശ്യങ്ങൾക്കും ഈ ഒരു ആയത്ത് നമുക്ക് ഉപയോഗിക്കുന്നതാണ്. എപ്പോഴൊക്കെ ചെല്ലാം എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ചെല്ലാം. നമ്മൾ നല്ല ശുദ്ധിയോട് കൂടിയൊക്കെ ഇരിക്കുന്ന ഏത് സമയത്തും നമുക്ക് ഈ ഒരു ആയത്ത് ചൊല്ലാവുന്നതാണ്. കാരണം അത്രയ്ക്ക് മഹത്വമേറിയ ഒരു ആയത്താണിത്. അതുകൊണ്ട് തന്നെ ഇത് ആരും വെറുതെ കളയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇത് ഓതുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.